ദരിദ്രരും ദരിദ്രവാസികളുമായ പ്രവാസികൾ വന്നു കഴിഞ്ഞാൽ അവരെ അമേരിക്കയെ പിന്നോട്ടടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അത് നമ്മുടെ ഈ പ്രവാസികൾ വന്നിരിക്കുന്ന സ്ഥലങ്ങൾ, ഈ പ്രത്യേകിച്ച് ഈ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്ന് വന്ന് പ്രവാസികൾ വന്ന് കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്കറിയാം, ന്യൂയോർക്ക് സിറ്റിയിൽ ജാക്സൺ ഹൈറ്റ്സ്, അവിടെ ഒരു കാലത്ത് ഇന്ത്യക്കാരായിരുന്നു, ഇപ്പോഴവിടെ നേപ്പാളികളും ബംഗ്ലാദേശികളും ഒക്കെയാണ് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്, അവരാണ് കൂടുതലുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ബോംബെയിലോ ധാക്കായിലോ ഒക്കെ ചെല്ലുന്ന ഒരു പ്രതീതിയാണ് അവിടെ. പിന്നെ വൃത്തിയില്ലാഴിക, ഒച്ചപ്പാട്, ബഹളം, പിന്നെ ഡിസിപ്ലിൻ ഇല്ലാതെ ആളുകൾ, പിന്നെ വണ്ടിയും വാഹനവും ഒന്നും നോക്കാതെ ആളുകൾ കുറുകെ നടക്കുക. മൊത്തത്തിൽ ആ ഒരു അച്ചടക്കരാഹിത്യം മൊത്തം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അതിപ്പം ഞാൻ ബംഗ്ലാദേശികളെയും നേപ്പാളികളെയും ഒന്നും കുറ്റം പറഞ്ഞതല്ല. ഇന്ത്യക്കാർ കൂടുതലുള്ള എഡിസണിൽ ചെന്നാലും അല്ലെങ്കിൽ ചിക്കാഗോയിൽ ഡെവോൺ അവന്യൂവിൽ ചെന്നാലും ഒക്കെ ഇതൊക്കെ തന്നെ സ്ഥിതി. വന്ന ആ സ്വഭാവം നമ്മൾ മറക്കാനായിട്ട് കഴിയുന്നില്ല. നമുക്ക് അമേരിക്കയിൽ ഇഴുകിച്ചേരാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അമേരിക്കൻ സംസ്കാരത്തിൻ്റെ, അമേരിക്കയിലെ ആളുകൾ എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിൽ പെരുമാറാനായിട്ട് നമ്മളാരും ശ്രമിക്കുന്നുമില്ല. അതിന് വേണ്ടിയിട്ട് അത് നമുക്ക് കഴിയുന്നുമില്ല. ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് തോന്നുന്നു. ഈ കുടിയേറ്റക്കാർക്കെതിരെയൊക്കെ പിന്നെ ശക്തമായ വിമർശനം ഉയരുന്നതും ആക്ഷേപങ്ങൾ ഉയരുന്നതും അതുപോലെ തന്നെ പിന്നെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നമ്മളിവിടെ വന്നാൽ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കി ഇവിടെ പിന്നെ ഈ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് തീരാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മൾ മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇതിപ്പോൾ പറയാനായിട്ടുള്ള കാരണം പിന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ അവർ ഇവിടെ വന്ന് ഈ അധികാര സ്ഥാനങ്ങളിലേക്ക് വരും. പിന്നെ ഉദാഹരണത്തിന് ഇൽഹൻ ഉമർ, കോൺഗ്രസ് അംഗം, അവർ സൊമാലിയയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ആ സൊമാലിയയിൽ നിന്ന് വന്ന ചെറുപ്പകാലത്ത് അഭയാർത്ഥിയായിട്ടും മറ്റും വന്നതാണ്. അപ്പോൾ അവർ അമേരിക്കൻ നയങ്ങളെ വിമർശിക്കുകയും അമേരിക്കയെ തന്നെ വിമർശിക്കുകയും അമേരിക്കയുടെ കാര്യങ്ങളെല്ലാം വിമർശിക്കുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, അതുപോലെ തന്നെ നമുക്കറിയാം പ്രത്യേക ബന്ധമാണ് പിന്നെ ഇസ്രായേലുമായിട്ടുള്ളത്. അമേരിക്കയുടെ സപ്പോർട്ടില്ലെങ്കിൽ ഇസ്രായേലില്ല, അത് അറിയാവുന്ന കാര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ പിന്തുണ ഇല്ലാതാകുമെന്നും നമുക്കറിയാം. കാരണം ചരിത്രം അങ്ങനെയാണല്ലോ, ലോകം എല്ലാ കാലത്തും ഒരുപോലെയല്ലല്ലോ പോവുക. അപ്പോൾ അതിനെതിരെയൊക്കെ അവർ രംഗത്ത് വരുന്നത് അത് കാണുമ്പോൾ വാസ്തവം പറഞ്ഞാൽ ഈ അമേരിക്കൻ നിലപാടുകൾ നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം എന്നല്ലാതെ അമേരിക്കയെ താഴ്ത്തിക്കെട്ടുന്ന അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരായ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തുന്നത് ശരിയാണോ? അത് എത്ര കണ്ട് ശരിയാണ്? നമുക്ക് അഭിപ്രായങ്ങളിപ്പം ഈ എല്ലാവരും പറയുന്ന അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് അമേരിക്കയിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും എല്ലാം ഉള്ളതാണ്. അതുകൊണ്ട് അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അമേരിക്കയുടെ ഒരു നിലപാടുകളെ നമ്മൾ വിമർശിക്കാം എന്നല്ലാതെ അത് താഴ്ത്തിക്കെട്ടുന്ന രീതിയിലേക്ക് പോകുന്നത് ശരിയാണോ എന്ന് പിന്നെ തോന്നാറുണ്ട്. ഇപ്പം സൊഹ്റാൻ മംദാനി തന്നെ, അദ്ദേഹം പിന്നെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം തന്നെയാണ് കാര്യം. അദ്ദേഹം ഈ പിന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ, നെതന്യാഹു വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ആ അമേരിക്കൻ നിലപാടിനനുസൃതമായൊരു കാര്യമാണോ അത്? വാസ്തവം നമ്മളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ന്യൂയോർക്കിലെ മേയർ നമുക്കറിയാം വലിയ അധികാരമുള്ള ആളാണ്. 50,000 പോലീസുകാരാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ പിന്നെ പണിയെടുക്കുക. അപ്പോൾ അത്രയധികം ഏറ്റവും അധികം അധികാരമുള്ള സ്ഥാനങ്ങളിലൊന്നാണ് അമേരിക്കയിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അമേരിക്കൻ നിലപാടുകൾക്കെതിരായിട്ടാണ് ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒരു സിറ്റിയോ ഒക്കെ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ശരിയാണോ? അപ്പോൾ നമുക്ക് അഭിപ്രായങ്ങൾ പലതുണ്ടാവാം. പക്ഷേ ആ അഭിപ്രായങ്ങൾ അത് പ്രാവർത്തികമാക്കുകയോ അല്ലെങ്കിൽ അത് അമേരിക്കയുടെ തന്നെ മൊത്തം നിലപാടുകൾക്കെതിരെ ആണെങ്കിൽ അതും ശരിയാണോ? അങ്ങനെയുള്ളവർ ഇവിടെ വന്നിട്ട് അമേരിക്കയെ മാറ്റുന്നതിന് ശ്രമിക്കുന്നത് എത്ര കണ്ട് അഭിലഷണീയമാണെന്നൊന്ന് ഉണ്ടെന്ന് തോന്നുന്നു. ഈ പല കാര്യങ്ങളും നമ്മുടെ പെരുമാറ്റം, നമുക്കെതിരെയൊക്കെയുള്ള ഈ ആക്ഷേപങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ അധിനിവേശനത്തിന് വന്നിരിക്കുന്നു, നമ്മളിവിടെ കുടിയേറ്റക്കാരായി വന്ന് ഇവിടുത്തെ ആളുകളെല്ലാം മാറ്റിമറിച്ചല്ല ഇവിടെയെല്ലാം വെട്ടിപ്പിടിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രചാരണവും ആക്ഷേപവും ഒക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇലക്റ്റഡ് ആയിട്ടുള്ള ആളുകളും അമേരിക്കൻ നിലപാടുകളെ പിന്നെ നമുക്ക് നമ്മുടെ നിലപാടുകളുണ്ടാവാം, പക്ഷേ അമേരിക്കൻ നിലപാടുകൾക്കെതിരായ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കില്ല. പൊതുവായിട്ടുള്ള നിലപാടുകൾ ആ രീതിക്കപ്പുറം മാറുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ ഇത് പ്രധാനപ്പെട്ട കാര്യം തന്നെ. അമേരിക്കയെ മാറ്റിമറിക്കാനല്ല, നമ്മൾ അമേരിക്കയുടെ ഭാഗമായി തീരാനാണ് നോക്കേണ്ടത്. ആ ഒരു വ്യത്യാസം നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നും തോന്നുന്നു.